Hello, welcome to this session. Today I'm here for giving certain basic factors based on the concept of human personality. So you are familiar with the concept of human personality. The word personality is originated from a Latin root persona, which means mask. Personality taken into consideration both overt behavior and covert behavior. That means inner behavior and outer behavior. There are so many factors affecting personality. In other words, we can say there are certain determinants of personality. Factors affecting personality can be classified into two broad categories. Number one is biological factors. The second category is considered to be socio-cultural factors. Please note, factors affecting personality can be classified into two main categories. They are number one, biological factors, and the second category is considered to be socio-cultural factors. That means there are so many socio-cultural factors which affect human personality. The first one, the biological factors, otherwise known as genetic determinants. Genetic determinants or constitutional factors or methodological factors. Biological factors is otherwise known as genetic determinants of human personality or constitutional factors affecting human personality or certain methodological factors which affect human personality. In generally, these represent the physiological in nature. All the biological factors are basically inherited. That is why the foremost biological factor which affect personality can be labeled as glandular development and activity of endocrine or ductless glands. Personality എന്ന് പറയുന്ന പദം പെർസോണ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞാണ്. പെർസോണ എന്ന് പറയുന്നത് മാസ്ക് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ആ മാസ്ക് എന്ന് പറയുന്നതിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇന്നർ കോൺഷ്യൻസും ഔട്ടർ കോൺഷ്യൻസും, ഇന്നർ മൈൻഡും ഔട്ടർ മൈൻഡും, അല്ലെങ്കിൽ ഓവേർട്ട് ബിഹേവിയറും കവേർട്ട് ബിഹേവിയറിന്റെ ആകത്തുക എന്നാണ് നമ്മൾ പറയുക. ഒരുപാട് ഘടകങ്ങളെ ഈ ഹ്യൂമൻ പേഴ്സണാലിറ്റിനെ ബാധിക്കുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്നാണ് പറയുക. ഈ ഘടകങ്ങളെല്ലാം തന്നെ നമ്മളെ രണ്ട് പ്രധാനപ്പെട്ട രീതിയിലാണ് വർഗീകരിക്കുന്നത്. ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, രണ്ടാമത് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ നമ്മൾ മെത്തഡോളജിക്കൽ ഫാക്ടർ എന്ന് പറയും, ചിലപ്പോൾ അങ്ങനെ പറയും, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ജനറ്റിക് ഡിറ്റർമിനൻസ് എന്നും നമ്മൾ പറയും. അത് ബേസിക്കലി ഇൻഹെറിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ കൂടപ്പുറപ്പായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. അതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലാൻഡുലർ ഡെവലപ്മെന്റ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് എൻഡോക്രൈൻ ഓർ ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്. ഈ ഡക്ട്ലെസ് അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഹ്യൂമൻ പേഴ്സണാലിറ്റിനെ നിർണ്ണയിക്കുന്നതിനകത്ത് പ്രധാന പങ്ക് വഹിക്കുന്നത്. റിമെമ്പർ, ദീസ് glands secretes hormones directly in our bloodstream without tube. That is why it can be known as ductless glands, without duct. ഈ പറയുന്ന ഈ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് നേരിട്ടിട്ട് ചില ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്യാണ്. അത് ട്യൂബ് ഉപയോഗിക്കുന്നില്ല, ഡക്ട് ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമ്മൾ പറയുന്നത് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്നാണ് പറയുക. എന്നാൽ ചില ഗ്ലാൻഡ്സ് ഡക്ട് ഗ്ലാൻഡ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സെലിവറി ഗ്ലാൻഡ്സ്, ടിയർ ഗ്ലാൻഡ്സ്, നമ്മളെ സെറ്റ് ഗ്ലാൻഡ്സ്, ഇതൊക്കെ നമ്മൾ ചില ഡക്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിലേക്ക് അത് ഇഞ്ചെക്ട് ചെയ്യുന്നത്, ട്യൂബ്സ് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡക്ട് ഉപയോഗിക്കാതെ ഡക്ട്ലെസ് എന്നാണ് പറയുക. അപ്പൊ അതിന്റെ മറ്റു ആസ്പെക്ട്സിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടയില്ല. ഈ പറയുന്ന ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ് സം സോർട്ട് ഓഫ് ഇംബാലൻസ്, ബാലൻസ് ആൻഡ് ഇംബാലൻസ്. ദാറ്റ് മീൻസ് it affect our total structure of human personality. It affect the personality. These glandular secretions can be classified into
These glandular secretions can be classified into hypersecretion and hyposecretion. So remember the term. ഈ ഗ്ലാൻസിന്റെ സെക്രീഷൻസിനെ നമ്മൾ ഹൈപ്പർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഓവർ സെക്രീഷൻ, അതുപോലെ ഹൈപ്പോ സെക്രീഷൻ, അണ്ടർ സെക്രീഷൻസ് എന്ന് പറയുന്ന പ്രവർത്തന ഫലമായി നമുക്ക് രണ്ടു പേരിൽ പറയാം. ഒന്ന് കൂടുതലായിട്ടുള്ള അതിന്റെ ഉൽപ്പാദിപ്പിക്കുന്നു, ഹോർമോൺ ഇഞ്ചക്ട് ചെയ്യുന്നു, മറ്റൊരു കാറ്റഗറിനകത്ത് കുറച്ച് മാത്രം സംഭവിക്കുന്നു. ഉദാഹരണത്തിന് ടു മച്ച് തൈറോയിഡ് സെക്രീഷൻ, തൈറോയിഡ് ഗ്ലാൻസിന്റെ തൈറോക്സിൻ എന്ന് പറയുന്ന ഈ സെക്രീഷൻ നമ്മളതിനെ പറയുന്നത് ഗ്രേവ്സ് ഡിസീസ് എന്നാണ് പറയുക. ടു മച്ച് തൈറോയിഡ് സെക്രീഷൻ, ഗ്രേവ്സ് ഡിസീസ്. അതുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓവർ എക്സൈറ്റബിലിറ്റി, ക്രോണിക് ഇൻസോംനിയ, ദെൻ റെഡ്യൂസ് കപ്പാസിറ്റി ഫോർ ഫോക്കസിങ് എ ടാസ്ക്. ഏതെങ്കിലും ഒരു ടാസ്കിൽ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ നമ്മൾ ബാധിക്കുന്നു. നമ്മൾക്ക് ക്രോണിക് ആയിട്ടുള്ള ഇൻസോംനിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നു. ഗ്രേറ്റർ എക്സൈറ്റബിലിറ്റി, ഇപ്പൊ നമ്മൾ പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ആണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ജൈജാന്റിക് ബോഡി. നമ്മൾ പറയുന്നത് ബോഡിയുടെ ജൈജാന്റിക് സ്വഭാവം കൂടും. അത് കുറവാണെങ്കിൽ, സെക്രീഷൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ഡ്വാർഫിസം. അപ്പൊ ഈ പറയുന്ന ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് പറയുന്നതിന്റെ പ്രവർത്തന ഫലമായി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഹോർമോൺസിന്റെ ഫലമായിട്ട് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ബാലൻസും ഇംബാലൻസും സൃഷ്ടിക്കപ്പെടുന്നു. ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഗ്ലാൻഡുലർ ഡെവലപ്മെന്റ് ആൻഡ് ആക്ടിവിറ്റി ഓഫ് എൻഡോക്രൈൻ ഓർ ഡക്ട്ലെസ് ഗ്ലാൻഡ് വിച്ച് എഫക്ട് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഇപ്പൊ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ബയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് ആണ്. Then number two most important biological factor is considered to be height. So it creates noticeable effect on human personality. ഇപ്പൊ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ പേഴ്സണാലിറ്റിനെ ബാധിക്കുന്ന ഒരു ഘടകങ്ങളാണ്. വളരെ കൂടുതലായിട്ട് ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് നോക്കുക, നമുക്ക് ഈ പറയുന്ന ഏരിയാസ് എല്ലാം ഒന്ന് പറഞ്ഞു പോകണം. അപ്പൊ നമ്മുടെ ഫിസിക്കലി നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെ പേഴ്സണാലിറ്റിനെ ബാധിക്കുന്നു. നമ്പർ ത്രീ എന്ന് പറയുന്നത് that is hereditary. There are certain hereditary factors. For example, biological transmitters. നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാരമ്പര്യം നമ്മുടെ പേഴ്സണാലിറ്റിനെ ഒരു പരിധി വരെ നമ്മുടെ സ്വാധീനിക്കും. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പരമ്പരാഗതമായി നമുക്ക് കിട്ടുന്ന ചില സ്വഭാവ സവിശേഷതകൾ നമ്മുടെ പേഴ്സണാലിറ്റിനെ നമ്മളെ ബാധിക്കുകയാണ്. Then the next one is എന്താ പറയുക, നമ്മൾ പറയാ നെർവസ് സിസ്റ്റം എന്ന് പറയാം. ഇതിന്റെ അകത്ത് നെർവസ് സിസ്റ്റത്തിന്റെ അകത്തെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായി നമ്മുടെ പേഴ്സണാലിറ്റിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബയോളജിക്കൽ ഡിറ്റർമിനൻസ് ആണ്. ദ നെക്സ്റ്റ് വൺ, ദ ഫിസിക്കൽ സ്ട്രക്ചർ. നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചർ എന്താണോ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോഡി, മസിൽസ്, ഫേഷ്യൽ ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക സ്വഭാവങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ രൂപം, നമ്മുടെ സംസാര രീതി, നമ്മുടെ ഇതൊക്കെ നമ്മൾ പറയുന്ന ഫിസിക്കൽ ആസ്പെക്ട്സ് ആണ്. അത് നമ്മുടെ പേഴ്സണാലിറ്റിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബയോളജിക്കൽ ഫാക്ടർ ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് കൺസിഡർഡ് പിഗ്മെന്റേഷൻ ഓഫ് ദ സ്കിൻ. ദാറ്റ് മീൻസ് കളർ ഓഫ് ദ സ്കിൻ. പിഗ്മെന്റേഷൻ ഓഫ് സ്കിൻ, നമ്മുടെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ കളർ എന്താണ്? ഫോർ എക്സാമ്പിൾ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ? സോ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ടിപ്പിക്കൽ ബ്ലാക്ക്. ചില ബ്ലാക്ക് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നല്ല കറുപ്പുള്ള, ഫോർ എക്സാമ്പിൾ നീഗ്രോ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാർക്കൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു പേഴ്സണാലിറ്റി ബന്ധപ്പെട്ട ചില നമ്മളത് വിലയിരുത്തലിന്റെ അകത്ത് സ്വാധീനിക്കുകയാണ്. കറുത്തവർക്ക് പേഴ്സണാലിറ്റി ഇല്ല എന്നല്ല അർത്ഥം. നമ്മുടെ പേഴ്സണാലിറ്റി ഡിറ്റർമിനൻസിന്റെ അകത്ത് ഈ പറയുന്ന കളർ ഓഫ് ദ സ്കിൻ, പിഗ്മെന്റേഷൻ ഓഫ് ദ സ്കിൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രധാന കാര്യമാണ്. ദെൻ ദ ടെമ്പറമെന്റ്, അവർ ബിഹേവിയർ പാറ്റേൺ വിച്ച് എഫക്ട് അവർ പേഴ്സണാലിറ്റി. ആൻഡ് ദ ലാസ്റ്റ് വൺ, ബോഡി ടൈപ്പ്. റൗണ്ട് ബോഡി ആണോ, ദാറ്റ് മീൻസ് ദ ഫാറ്റ് ബോഡി ആണോ, ലെപ്റ്റോസൊമാറ്റിക് ആണോ, അത്ലറ്റിക് ബോഡി ആണോ, സെറിബ്രോട്ടോണിക് ആണോ, വിസറോട്ടോണിക് ആണോ, സൊമാറ്റോട്ടോണിക്, ഒരുപാട് ക്ലാസിഫിക്കേഷൻ ആണ്. ബോഡിയുടെ സ്വഭാവവും ബോഡിയുടെ സ്ട്രക്ചറും നമ്മുടെ പേഴ്സണാലിറ്റിയും തമ്മിൽ പ്രധാനപ്പെട്ട ബന്ധമുണ്ട്. So remember, factors affecting personality can be classified into biological factors. The second category is considered to be socio-cultural factors. In that biological, the first one is considered to be glandular development and activity of endocrine or ductus glands. These glands secretes a particular hormone directly in our bloodstream and it affects our personality. For example, it creates some sort of balance and imbalance. That is why we often cite the example hyperthyroidism, hypothyroidism. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട്. ജസ്റ്റ് ഇത് പറയുകയാണ്. ഈ പറയുന്ന ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്
നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഗ്ലാൻസിന്റെ സെക്രീഷൻസ് എന്ന് പറയുന്നത് വല്ലാതെ നമ്മളെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കും. ഒരു പരിധി വരെ നമ്മുടെ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ ബോഡി മെറ്റബോളിസം എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് ഈ പറയുന്ന സെക്രീഷൻസ് ആണ്. നമുക്ക് ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത്, നമുക്ക് സങ്കടം ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ പല ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കപ്പെടുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ലേറ്റർ ലൈഫിൽ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുള്ളന്മാരായിട്ട് ആളുകൾക്ക് ചില പേഴ്സണാലിറ്റി പ്രോബ്ലംസ് നൈസർഗികമാണ്. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ഫീച്ചറാണ്. ഹ്യൂമൻ ബീങ്സിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ഫീച്ചറാണ്. നമ്പർ 3 എന്ന് പറയുന്നത് ദർ ആർ സർട്ടൻ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. നമ്മുടെ പാരമ്പര്യപരമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക സ്വഭാവ സവിശേഷതകൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. മറ്റൊന്നത് ദിസ് നെർവസ് സിസ്റ്റം ദാറ്റ് മീൻസ് സ്പെഷ്യൽ, നമ്മളെ വളരെ പ്രധാനപ്പെട്ട് പറയുമ്പോൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ദാറ്റ് ANS എന്ന് പറയുന്ന കാര്യങ്ങൾ, ദ ഫിസിക്കൽ സ്ട്രക്ചർ, ഈവൻ ഫോർ എക്സാമ്പിൾ ദ പിഗ്മെന്റേഷൻ ഓഫ് ദ ബോഡി, then the basic temperament, that means basic behavior pattern and the body type. ഇതൊക്കെ പറയുന്ന ബയോളജിക്കൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പേഴ്സണാലിറ്റി can be classified into biological and socio-cultural factors.